പലരും വാഹനത്തിന് പുറകിലായിട്ട് അള്ളാഹു താലയുടെ അറബി കലാം എഴുതാറുണ്ട് അല്ലെ. ചിലവര് മാഷാ അള്ളാന്ന് എഴുതാം, ചിലവര് ഇതുപോലെ ല ഇൻ ശകർത്തും ല അസീദന്നക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇബ്രാഹിമിയ സൂറത്തിലെ 7-ാമത്തെ ആയത്താണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നതാണ്. അതൊക്കെ എഴുതുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതാണ്. അള്ളാഹു താലാന്റെ കലാമാണ്, അള്ളാഹു താലാന്റെ അറബി അക്ഷരമാണ്. അത് നമ്മൾ വൃത്തിഹീനമായി മണ്ണും പൊടിയും പിടിച്ച് ചിലതൊക്കെ കാക്ക വരെ അപ്പിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അറബി കലാം നമ്മൾ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. ഇതിന്റെ മസാല നമുക്ക് അറിയൂലേ. അപ്പൊ ഇതിന് പലരും ഇത് ഹദീസ് ചോദിച്ചു വരും, ഇതിനെന്താ തെളിവ്, എന്തൊക്കെ ഹദീസ് എന്ന്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അള്ളാഹുവിന്റെ കലാം എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, എഴുതിക്കോളി, പക്ഷെ അതിനനുസരിച്ച് വൃത്തിയിൽ വെക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു താല നമ്മുടെ മനസ്സിനെയും ശുദ്ധിയും തഖ്വയും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.